അപ്പോൾ ഹായ്, ഇന്ന് നമ്മൾ ചെറിയൊരു പരിപാടി കാണിച്ചു തരാവേ. അതായത് ഇത് നമ്മുടെ മൊയ്ന ടാങ്കായിരുന്നേ. അപ്പോൾ ഇതിനകത്ത് മൊയ്നയൊക്കെ പോയി ഇതേ കൂത്താടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് റീസെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്തുനിന്ന് ഇതെന്താ, ഇത് കൂത്താടിയുടെ എഗ്ഗാണ്. കാണാൻ പറ്റുമോ അറിയില്ല, അന്നേരം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. ഇത് കണ്ട, ഇത് കൊതുകിൻ്റെ മുട്ടയാണ് കേട്ടോ. അത് നമ്മൾ ഇതിനകത്തോട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കും. ഇത് വേറെ വിരിയാൻ സമ്മതിക്കരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് സമ്മതിക്കരുത്. അതിന് മുമ്പ് തന്നെ ഉള്ള എല്ലാ എഗ്ഗും നമ്മൾ കളക്ട് ചെയ്തെടുക്കുക. ഇതെന്താ, ഇതിനിപ്പം നാളത്തേക്കാകുമ്പോൾ വിരിയും കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇപ്പം ഇന്നലെ മാറ്റിയിട്ടതാണേ. അപ്പോൾ അത് കുറേ കുഞ്ഞുങ്ങളായിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതുണ്ട്, ഇന്നലെ മാറ്റിയിട്ടത് സൈഡിൽ കുറേയൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ കോരിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കും. ഇത് നമ്മൾ ഡ്രോപ്പറാണേ. ഡ്രോപ്പർ വെച്ചിട്ട് ഈ സൈഡിൽ ഇത് ഇങ്ങനെ എടുത്താൽ മതി മാരെ. അല്ലേ, അപ്പോൾ ഇതിൽ വേണ്ട ആടകത്ത് കിടന്നോടുന്നുണ്ട. ഇത് നമ്മുടെ ചെറുക്കൻ്റെ പണിയാണ്, അടിച്ച് പൊട്ടിച്ച്. പിന്നെ സെല്ലോ ടൈപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചേക്കാണ്. അപ്പോൾ വേണ്ട അവന്മാർ നല്ല കുഞ്ഞുങ്ങൾക്ക് പ്രോട്ടീൻ കണ്ടൻ്റ് ആയിട്ടുള്ള ഫുഡ് തന്നെ അത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആവശ്യം കഴിയുവാണെങ്കിൽ അത് കൊട്ടിക്കളയുക. കുറച്ചും കൂടി ഇതായിട്ട് കാണാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇതിനകത്തോട്ട് ഇട്ടത്. അപ്പോൾ ഇത് കണ്ട, നമുക്ക് മൊയ്ന ഇല്ലാതിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ആലോചിച്ചത്. മൊയ്ന ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ കൾച്ചറാൻ പുതിയത് സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അതിനിപ്പോൾ 2-3 ദിവസം എടുക്കും. ഇത് ഇത്തിരി കൂടെ വലുതാക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. വലുതാക്കിയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് ഒരു ഇത്തിരി ഈസ്റ്റ് കലക്കി ഒഴിച്ചാൽ മതി. മറ്റേതിന് ഫീഡ് ചെയ്യുന്നതാണെങ്കിൽ ഇവർക്കത് ഫീഡ് ആയിക്കോളും. അപ്പോൾ ഓക്കെ, ബൈ.